കാര്യം പറയട്ടെ മമ്മി, ഒരു സാഡ് ആയിട്ടുള്ള കാര്യം. പൂച്ചയുടെ കാര്യം പറയട്ടെ മമ്മ. ദീപക്ക് ഇനി വരൂല നമ്മളുടെ വീട്ടിൽ. ദീപക്കേ ഇനി നമ്മുടെ വീട്ടിൽ വരൂല, ഒരാളുടെ വീട്ടിലും പോവില്ല. ഇനി മോന് കാണാൻ പറ്റൂല, മമ്മിക്ക് കാണാൻ പറ്റൂല, അവരുടെ വീട്ടുകാർക്ക് ഇനി കാണാൻ പറ്റൂല. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു സാഡായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ദീപക്ക് 2 ദിവസത്തിന് മുമ്പ്, അവൻ എപ്പോഴും 25-ാം തീയതി ഒരു അവധി എടുക്കുന്നതാണ്. അവന് കണ്ണിൻ്റെ താഴെ ഒരു ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട് 2-3 ദിവസം എല്ലാ മാസവും നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പം അതുപോലെ അവൻ 24-ാം തീയതി ഇവിടെ വന്നു, ചായയൊക്കെ കുടിച്ചു, കുറച്ച് പാത്രം കഴുകി, അത് കഴിഞ്ഞിട്ട് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാലറി മേടിക്കാൻ ഞാൻ ഉച്ചയ്ക്ക് വരാം 12:30-ക്ക്, എനിക്ക് ബോണസ്, ഇവിടെ പൂജയല്ലേ, ഇപ്പോൾ ഞങ്ങൾക്ക് പൂജയ്ക്കാണ് ബോണസ് കൊടുക്കാൻ. അപ്പോൾ പൂജയ്ക്ക് പിന്നെ ബോണസ് എനിക്ക് പിന്നെ തന്നാൽ മതി, എല്ലാം കൂടെ മേടിച്ചാൽ ചിലവായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ബോണസ് ഞാൻ പിന്നെ തരാം. അവന് പിന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാലറി കൊടുക്കാൻ വേണ്ടി വച്ചുകൊണ്ടിരുന്നു. അവന് ഉച്ചയായിരുന്നവരെ വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ പോയിട്ട് ദുർഗാപൂജയൊക്കെ ആയതുകൊണ്ട് 27-ാം തീയതി അവൻ വരാമെന്ന് പറഞ്ഞു തിരിച്ച് എന്ന്. അപ്പോൾ ഇന്നലെ അറിഞ്ഞത് ഭയങ്കര സാഡ് ന്യൂസാണ്. അവൻ പോയി, നമ്മളെയൊക്കെ വിറ്റ് പോയി. ബ്രെയിൻ സ്ട്രോക്കായിരുന്നു. അപ്പോൾ വേറൊരു വീട്ടിൽ, അവനൊരു ഡോക്ടറിൻ്റെ വീട്ടിൽ ജോലി ചെയ്യായിരുന്നു. അവിടെ വച്ച് തല ചുറ്റി വീണു. ആൾ പോയി, അറ്റ് ദ സ്പോട്ടിൽ തന്നെയാണ് പോയത്. അപ്പോൾ എൻ്റെ ചേച്ചിയും ഞാനും ഇവിടുത്തുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഉച്ചയായെങ്കിൽ, ഈ സംഭവം നടന്നില്ലെങ്കിൽ അവൻ ഉച്ചയാകുമ്പോൾ എൻ്റെ വീട്ടിൽ വരാനിരുന്നതായിട്ടോ. വീട്ടിൽ വന്നിട്ട് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ എല്ലാ വർഷവും പൂജയ്ക്ക് ബാറ്റയുടെ ചെരുപ്പൊക്കെ പുള്ളിക്ക് മേടിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ വന്നിട്ട് നിനക്ക് ബാറ്റയുടെ ചെരുപ്പൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞു പൂജയായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഡ് ന്യൂസ് വന്ന്, അതൊരു ഭയങ്കര ദുഃഖമായിപ്പോയി. നല്ലൊരു പയ്യൻ, വിശ്വാസമുള്ള പയ്യൻ, ഒന്നുമില്ല. ഈ ഡോക്ടറിൻ്റെ വീട്ടിലും ഒരു CBIയുടെ ഓഫീസറിൻ്റെ വീട്ടിലും, ഭാര്യയും ഭർത്താവും ഒരു CBI ഓഫീസറാണ്. അവിടെയാണ് അവൻ 40 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലും എല്ലാവരുടെ ചാവിയും താക്കോലും അവൻ്റെ കയ്യിലാണ്. അത്ര വിശ്വാസമുള്ള ഒരു കുട്ടിയായിരുന്നു, ഒരു പയ്യനായിരുന്നു. 50 വയസ്സുണ്ട്. അപ്പോൾ ചെറിയൊരു വീടൊക്കെ അവൻ വെക്കുന്നതായിരുന്നു. അത് പൂർത്തിയായിച്ചിട്ടില്ല. അതിന് മുമ്പ് തന്നെ അവൻ പോയി. അങ്ങനെ ഒരു സാഡ് ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഇനി എൻ്റെ സ്കൂബി മോന് ദീപക്കായിട്ട് കളിക്കാൻ പറ്റില്ല, ഇനി വരത്തില്ല. ഇനി നമുക്ക് വേറെ ആൾക്കാരെ നോക്കണം. എത്ര ആൾക്കാർ വന്നാലും ദീപക്കിനെ പോലെ ആവില്ല കേട്ടോ. കാരണം അവൻ അത്ര സത്യസന്ധതയായിട്ടുള്ള, നല്ല സിൻസിയറിറ്റിയും നല്ലൊരു ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഒരു മാൻ തന്നെയായിരുന്നു, ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അവൻ. പാവം.